നമ്മൾ ആദ്യമായിട്ട് തന്നെ അല്ലെ നമ്മൾ നോക്കണം. നമുക്കിവിടെ അറിയാം അല്ലെ തർജുമത്തുൽ ഹയാത്ത് അല്ലെ, തർജുമത്തുൽ ഹയാത്ത് ഏതിൻ്റെ വരും അല്ലെ, ബയോഡാറ്റ എഴുതാനുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കിപ്പോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബയോഡാറ്റ എഴുതുന്നതിന്റെ ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ജീവിത ചരിത്രം എഴുതാനുള്ള ഒരു ഒരു രൂപം അല്ലെ, ഒരു രൂപം എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇതുപോലെ നമുക്ക് നമ്മുടെ എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന രൂപം എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഒരാളെ കുറിച്ച് ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പാഠത്തിൽ പഠിച്ച ജമീലു സിദ്ദിഖി സഹാവിയെ കുറിച്ച്, അല്ലെങ്കിൽ അലി അഹമ്മദ് ബാക്സിറിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്വാലിഹ് മഹമൂദ് ഹവാരിയെ കുറിച്ച്, അവരെ കുറിച്ച് ഒരു 4-5 വരിയിൽ ഒരു പാരഗ്രാഫിങ് എഴുതും അല്ലെ, അവരുടെ ജീവിത ചരിത്ര കുറിപ്പിങ് എഴുതും 4-5 വരിയിലായിട്ട്. ആരെക്കുറിച്ച്? സ്വാലിഹ് മഹമൂദ് ഹവാരിയെ കുറിച്ച്, അല്ലെങ്കിൽ അലി അഹമ്മദ് ബാക്സിറിനെ കുറിച്ച്, അല്ലെങ്കിൽ ആരെക്കുറിച്ച്? ജമീലു സിദ്ദിഖി സഹാബിയെ കുറിച്ച് അല്ലെ, അങ്ങനെ അല്ലെങ്കിൽ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അല്ലെ, ഇവരാരെങ്കിലും ഒരാളെ കുറിച്ച് ഒരു 4-5 വരിയിൽ എന്താകും ഒരു ജീവചരിത്ര കുറിപ്പിങ് എഴുതും. എന്നിട്ടോ അത് എഴുതിയതിനു ശേഷം എന്താ ഉണ്ടാവുക? നമുക്ക് അവരെ കുറിച്ചുള്ള തർജുമത്തുൽ ഹയാത്ത് അല്ലെ, നമ്മളോട് ഇങ്ങനെ അല്ലെ ബയോഡാറ്റ തയ്യാറാക്കാൻ വേണ്ടി നമുക്കാണ് ചോദ്യം ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താക്കണം? നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം, നമുക്ക് അവരുടെ വിവരങ്ങളും അവരുടെ പേരും അവരുടെ രക്ഷിതാക്കളെ പേരും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ പാരഗ്രാഫിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ ഈ വലത് സൈഡിൽ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഏത്? അൽ ഇസ്മുൽ കാമിൽ അല്ലെ, പിന്നെ ഇസ്മുൽ വാലിദത്ത്, മഖാനുൽ മീലാദ്, ആമുൽ മീലാദ്, ദിറാസത്ത്, മുഅല്ലഫാത്ത്, അൽ വഫാത്ത് അല്ലെ. ഇതിനെയൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ഈ ഒരു ഓർഡർ ഇതിന് പഠിച്ചു വെക്കുക അല്ലെ. അപ്പൊ ആരെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് ഇതിങ്ങനെ എഴുതാം അല്ലെ. 6-8 മാർക്കിന് നമ്മുടെ എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ ഇത് പഠിച്ചു വെക്കണം അല്ലെ. നമ്മുടെ എക്സാമിന് നിർബന്ധമായിട്ടും ഒരു ചോദ്യം ഇതിൽ നിന്നുണ്ടാകും അല്ലെ. അപ്പൊ ഇതെന്തായാലും പഠിച്ചു വെക്കാം. എന്ത്? ഫസ്റ്റ് അൽ ഇസ്മുൽ കാമിൽ. എന്താണ് ഇസ്മുൽ കാമില്? പൂർണ്ണനാമം അല്ലെ. അപ്പൊ പൂർണ്ണനാമം അൽ ഇസ്മുൽ കാമിൽ പൂർണ്ണനാമം. പിന്നെയോ ഇസ്മുൽ വാലിദ് അല്ലെ. ഇസ്മുൽ വാലിദ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ഇസ്മുൽ വാലിദ് എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ പേര് അല്ലെ. പിന്നെയോ ഇസ്മുൽ വാലിദത്ത് എന്താ? ഉമ്മയുടെ പേര് അല്ലെ. ഇസ്മുൽ വാലിദത്ത് ഉമ്മയുടെ പേര്. പിന്നെയോ മഖാനുൽ മീലാദ് എന്താ? മഖാനുൽ മീലാദ്. മീലാദ് എന്താ? ജനിച്ചത് അല്ലെ, ജനനം അല്ലെ. അപ്പൊ മഖാനുൽ മീലാദ് ജനന സ്ഥലം അല്ലെ. ഏതാ മക്കാനുൽ മീലാദ്? ഏതാ സ്ഥലം? ജനന സ്ഥലം ഏതാ? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെത് ഏതാ? തലിയോലപ്പറമ്പ് അല്ലെ. ഓക്കെ. അപ്പൊ ഈ ആമുൽ മീലാദ് പിന്നെ ഉണ്ടാകുക ആമുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ആമുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ജനിച്ച ഡേറ്റ് അല്ലെ, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ, എപ്പോഴാണ് ജനിച്ചത് ആ ഡേറ്റ് ഓഫ് ബർത്ത്. അതൊക്കെ നമ്മുടെ ആ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞ ആ പാരഗ്രാഫിൽ ഉണ്ടാവുകയെ. പിന്നെയോ ദിറാസത്ത് അല്ലെ, എന്തൊക്കെയാണ് പഠിച്ചത് അല്ലെ, ദിറാസത്തുൽ ഇബ്തിദായിയ, ദിറാസത്തു സാനവിയ, അങ്ങനെ പ്രാഥമിക പഠനം, സെക്കൻഡറി പഠനം, അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാവില്ലേ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അവിടെ നമ്മുടെ ആ പാരഗ്രാഫിൽ ഉണ്ടാവും, അത് നോക്കി ചെയ്താ. പിന്നെയോ അൽ മുഅല്ലഫാത്ത് അല്ലെ, അൽ മുഅല്ലഫാത്ത് എന്താ? രചനകൾ. എന്തൊക്കെ രചനകളായിരിക്കും ഉണ്ടാവുക ആ രചനകളെ കുറിച്ച് അല്ലെ. അപ്പൊ രചനകൾ എന്തൊക്കെയാണ് അല്ലെ, നമുക്കറിയാം. ഓരോരുത്തരുടെ രചനകൾ നമുക്കറിയില്ലേ. സ്വാലിഹ് മഹമൂദ് ഹവാരിയുടെ ഏതൊക്കെയാ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? സ്വാലിഹ് മഹമൂദ് ഹവാരിയുടെ രചനകൾ ഏതൊക്കെയാ? അസാഫിറു ബിലാദി, ഹനാദി തുഹന്നി അല്ലെ. ഓക്കെ. അതുപോലെ പിന്നെ വഫാത്ത് എപ്പോഴാ? നമ്മുടെ മുഅല്ലഫാത്ത് ആര്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുഅല്ലഫാത്ത് കാണാലോ. എന്താ? ഷാത്തു ഫാത്തിമ എന്താ? പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത് അല്ലെ. പിന്നെയോ അൽ അസ്വാത്ത് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. വേറെ ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ അൽ വഫാത്ത് എപ്പോഴാണ് വഫാത്ത് ആയത്, മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അല്ലെ. ഓക്കെ.